അപ്പം ബോഡി നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം കൂടുതൽ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ബാക്കി കാര്യങ്ങൾ പോലീസ് അറിയിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ അതിന്റെ ഒരു പ്രോസസ്സ് പൂർത്തിയാക്കിയതിന് ശേഷം നമ്മൾ ബോഡി കുടുംബക്കാർക്ക് വിട്ടുകൊടുക്കുന്നതായിരിക്കും. മക്കൾ പറഞ്ഞതനുസരിച്ച് സമാധിയായ രീതിയിൽ തന്നെയായിരുന്നു മൃതദേഹം? ഇല്ല, അതൊക്കെ നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗമാണ്. അതൊക്കെ പോലീസ് വഴി അറിയിക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടൻ തുടങ്ങും. പോസ്റ്റ്മോർട്ടം നടപടികൾ നമ്മൾ ചെയ്യും. അതിനുശേഷം നമ്മൾ ബോഡി വീട്ടുകാർക്ക് വിട്ടുകൊടുക്കും. മൃതദേഹം തീർത്തും ജീർണിച്ച അവസ്ഥയിലായിരുന്നു? ഇല്ല, അതൊക്കെ നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമാണ്. അതൊക്കെ പോലീസ് അവരുടെ റിപ്പോർട്ടിന്റെ ഭാഗമാണ്. അതൊക്കെ അവർ അന്വേഷണത്തിന് ശേഷം അറിയിക്കുന്നത്. ഇരിക്കുന്നതായിട്ടാണ് കണ്ടത്. ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ സമാധിയായിട്ട് ചമ്മം പൊട്ടി ഇരിക്കുന്നതായിട്ടാണ് കണ്ടത്. ഭസ്മമൊക്കെ ഉണ്ടായിരുന്നു? ഭസ്മം മാത്രമേ കാണാൻ പാടുള്ളൂ. പിന്നെ കർപ്പൂരം ഉണ്ടായിരുന്നു. കർപ്പൂരിന്റെ സ്മെല്ലുണ്ടായിരുന്നു. മൂടിയിട്ടിരിക്കുന്നു. മുഖം തിരിച്ചറിയാം. പിന്നെ നല്ല രീതി. അങ്ങനെ കേരളം കാത്തിരുന്ന ആ ഒരു അൺബോക്സിങ് നടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ബോഡി അൺബോക്സ് ചെയ്ത് പുറത്തെടുത്ത് അവസാനം നമ്മുടെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതായത് പോസ്റ്റ്മോർട്ടം ചെയ്യണമല്ലോ. കാരണം സ്വാമി എങ്ങനെയാണ് സമാധി ആയത് എന്നുള്ളത് നമുക്കറിയണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആളുകളെല്ലാം ഇതിൻ്റെ പുറകെ ആയിരുന്നു. റിപ്പോർട്ടർ ടി വിയിലായിരുന്നു തോന്നുന്നു ഇത് ആദ്യമായിട്ട് ടെലികാസ്റ്റ് ചെയ്തത് ഈ ഒരു കേസിനെ കുറിച്ച്. അപ്പോൾ അന്ന് ഇത് വലിയ കാര്യമായിട്ടൊന്നും ആരും എടുത്തിട്ടില്ല. കാരണം മക്കൾ വന്ന് പറയുന്നു അച്ഛൻ സമാധി ആയിരിക്കുകയാണ്, നാളെ മുതൽ എല്ലാവരും വന്ന് തൊഴുതോളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. പക്ഷേ അവസാനം അത് ആകെ സീനായി കോടതിയിലെത്തി. അപ്പോൾ കോടതി തന്നെ പറഞ്ഞു അത് പൊളിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഈ ഒരു മരണത്തിൽ വലിയ ദുരൂഹതകളൊന്നുമില്ല എന്നുള്ളത് ജനങ്ങളെ അറിയിക്കുക, അല്ലെങ്കിൽ അതൊന്ന് സെറ്റാക്കുക എന്നുള്ള രീതിയിൽ. അങ്ങനെ അവസാനം ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്ന് രാവിലെ 5 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ് അൺബോക്സിങ്. നമ്മുടെ കേരളം കണ്ട ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു അൺബോക്സിങ് ആയിരുന്നു അത്. അതായത് നാട്ടുകാരെ ഒന്നും അങ്ങോട്ടേക്ക് അടുപ്പിച്ചിട്ടില്ലായിരുന്നു. ഇന്ന് വരെയും, അതായത് ഇന്നലെ വരെയും പ്രശ്നമാക്കിക്കൊണ്ടിരുന്ന ഭാര്യയും മക്കളുമെല്ലാം ഇന്ന് പ്രാർത്ഥനയോടുകൂടി സ്വന്തം വീടിൻ്റെ ഉള്ളിൽ കഴിയുന്ന ഒരു കാഴ്ചയാണ് നമ്മളിന്ന് കണ്ടത്. അപ്പം ഒടുവിൽ ഏതായാലും അൺബോക്സ് ചെയ്തു. നമ്മുടെ ഗോപൻ സ്വാമിയെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കിയിരിക്കുന്ന ആ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ടാണ്. അതായത് എങ്ങനെയാണ് നമ്മുടെ ഗോപൻ സ്വാമി സമാധി ആയത് എന്നുള്ളതാണ് ജനങ്ങൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. കാരണം ഇതറിഞ്ഞിട്ട് വേണം ഇനി ഗോപൻ സ്വാമിയെ സ്വാമിയായിട്ട് തന്നെ കാണണോ അതോ ഗോപൻ സ്വാമിയെ കൊന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുഴിച്ചു മൂടിയതാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിട്ട് കിട്ടില്ല, എന്നാലും എന്താണ് മരണകാരണം എന്നുള്ളത് അറിയാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇന്നത്തെ ഈ ഒരു അൺബോക്സിങ്ങിൽ ആദ്യം തന്നെ ഇവർ നോക്കുന്ന സമയത്ത്, അതായത് ഇവർ ഈ മക്കൾ പറഞ്ഞ ആ രീതിയിൽ തന്നെ ആയിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതായത് സമാധിക്ക് വേണ്ടി ഇരിക്കുന്ന രീതിയിൽ തന്നെ ആയിരുന്നു ഗോപൻ സ്വാമി ഈ അറയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത്. അപ്പം അവർ പറഞ്ഞ സംഭവം കറക്റ്റാണ്. ഇനിയിപ്പോൾ അറിയേണ്ടത് അതായത് മരിച്ചതിന് ശേഷം അതേപോലെ കൊണ്ട് ഇരുത്തിയതാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതോ ഇനി അവിടെ ഇരുന്നിട്ട് എങ്ങനെയാണ് മരിച്ചത്? കാരണം വായെല്ലാം തുറന്ന് അതിൻ്റെ ഉള്ളിൽ ഭസ്മമെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മൊത്തം സുഗന്ധദ്രവ്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു ബോഡിയായിരുന്നു ഈ ഒരു സമാധി പീഠത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ഗോപൻ സ്വാമിയുടേത്. അപ്പം അതുകൊണ്ട് തന്നെ അരയ്ക്ക് താഴേക്ക് മാത്രമേ ജീർണിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിന് മേലേക്ക് ഇങ്ങനെ ഫുള്ള് ഭസ്മമൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ, ഭസ്മം ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ അഴുകാൻ വേണ്ടി കുറച്ച് താമസം എടുക്കുന്നതാണ് ഇതിനെക്കുറിച്ച് അറിവും ബോധവും ഉള്ളവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷമേ ഇതെങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി പറ്റുള്ളൂ. അതുമാത്രമല്ല, ഇത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇനി ഉള്ളിലേക്ക് എന്തെങ്കിലും, അതായത് മരണകാരണം എന്ന് പറയുന്നത് വല്ല വിഷവും കഴിച്ചിട്ടാണോ അല്ലെങ്കിൽ വിഷം കൊടുത്തിട്ടാണോ അല്ലെങ്കിൽ ശ്വാസം മുട്ടിച്ചിട്ടാണോ ശ്വാസം മുട്ടിയിട്ടാണോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും രാസപരിശോധനയ്ക്ക് അയക്കണം. അങ്ങനെ എന്തെല്ലോ പരിപാടികളുണ്ട്. എന്തായാലും കുറച്ച് ദിവസം എടുക്കും ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ മക്കളുടെ പേരിലേക്ക് ഈ കുറ്റം ചാർത്തപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള 1-2 പോയിന്റുകൾ ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ തന്നെ കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും സ്വന്തം അച്ഛൻ്റെ സമാധി, ഇനിയിപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇവർ സ്വന്തം ഇഷ്ടത്തിൽ ചെയ്തതാണെങ്കിൽ പോലും എന്തായാലും അവിടെയുള്ളൊരു അമ്പലത്തിൽ കുറച്ച് ആളുകളെ കൂട്ടാനും ഇങ്ങനൊരു സമാധി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പല ആളുകളും തൊഴുതുകൊണ്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്തൊരു പരിപാടിയാണെന്ന് തോന്നും. എന്നിരുന്നാലും അവസാനം 8ൻ്റെ പണി കിട്ടിയിരിക്കുകയാണ്. മിനിങ്ങാന്ന് വരെ ഇവർ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരുന്നതാണ്, ഇല്ല 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 ഇത് നമ്മൾ പൊളിക്കാൻ സമ്മതിക്കൂല, ഇത് അച്ഛൻ ഭയങ്കരമായിട്ട് കോപിക്കും എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നവരാണ്. പക്ഷെ കോടതി ഇടപെട്ടപ്പോഴത്തേക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വക്കീലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, മക്കളെ
ഇതെന്തായാലും അതിൻ്റെ വഴിക്ക് വിട്. ഇനിയിപ്പം ഇത് പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഇത് സ്വാഭാവികമായിട്ടുള്ള മരണമാണ് എന്ന് പറയുമ്പം വീണ്ടും നിങ്ങൾ കൊണ്ടുവന്ന് സമാധി ഇരുത്തിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഏതായാലും സമാധി അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ പറയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സമാധി സ്ഥലത്തേക്ക് വന്നിട്ടുള്ള നമ്മുടെ സബ് കളക്ടറെക്കുറിച്ച് കമൻറ്റ് ബോക്സിൽ ഒരുപാട് പെൺകുട്ടികൾ വന്നിട്ട് വാ തോരാതെ സംസാരിക്കുന്നുണ്ട്. ഇവിടെ സീരിയസ് ആയിട്ടൊരു സമാധിക്കാര്യം പറയുന്നതിൻ്റെ ഇടയ്ക്കാണ് കളക്ടറെക്കുറിച്ച്, അതായത് പറഞ്ഞു വരുന്ന ആ ഒരു സമാധി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇഷ്യൂ തന്നെ ആളുകൾ മറന്നു പോകുന്ന രീതിയിലാണ് നമ്മുടെ നാട്ടിലെ പിടക്കോഴികളെല്ലാം കൂടി വന്നിട്ട് നമ്മുടെ കളക്ടർ സാറിനെ ഇങ്ങനെ വായി നോക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഈ കമൻറ്റ് ബോക്സ് നിറച്ചും സമാധിനെക്കുറിച്ചല്ല അറിയേണ്ടത്, ആ കളക്ടർ സാർ അടിപൊളിയാണ്, കളക്ടർ സാറിൻ്റെ സംസാരം എന്ത് രസമാണ്, കളക്ടർ സാറ് സൂപ്പറാണ്. അപ്പം ഈ കളക്ടർ സാർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാരനാണ്. അതായത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. അതായത് സെൻറ്റ് ജോസഫിൽ പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ കളക്ടറായി നമ്മുടെ ട്രിവാൻഡ്രത്ത് പോയിട്ട് സബ് കളക്ടറായിട്ട് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ സബ് കളക്ടറിനെ കുറിച്ച് ഇങ്ങനെ ആളുകൾ വാനോളം പുകഴ്ത്തുമ്പോൾ നാട്ടുകാരനെന്ന നിലയിൽ നമുക്കും കുറച്ച് അഭിമാനിക്കാം. അപ്പം കളക്ടറുടെ നമ്പറൊന്നും ചോദിച്ചു വരണ്ട, എനിക്ക് പേഴ്സണലായിട്ടൊന്നും അറിയില്ല. അപ്പം ഇതാണ് നമ്മുടെ സമാധിയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത്. ഇപ്പം വീണ്ടും നമ്മുടെ സമാധിയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഈ ഗോപൻ സ്വാമിയുടെ രണ്ട് മക്കൾ ഇപ്പോൾ ആകെ അസ്വസ്ഥരാണ്. കാരണം ഇത് ഏതൊരു രീതിയിലേക്കാണ് ഇനി പോകുന്നതെന്ന് അറിയില്ല, ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല, ഇനി എവിടെ ചെന്ന് ഇത് നിൽക്കുമെന്നറിയില്ല, ഇനി ആളുകളുടെ മുമ്പിൽ എങ്ങനെ നോക്കും എന്നറിയില്ല, ഇതൊരു കേസായി മാറിയിട്ടുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യും എന്നറിയില്ല. എന്തായാലും എന്താണ് ഇപ്പോൾ ഇവരുടെ അവസ്ഥ എന്നുള്ളതും കൂടി നമുക്കൊന്ന് നോക്കി നോക്കാം. തന്നെയായിരുന്നു. മാത്രമല്ല ഈ കഴുത്തിന്റെ അറ്റം വരെ ഭസ്മം ഉണ്ടായിരുന്നു. കഴുത്തിലൊരു രുദ്രാക്ഷമാല അദ്ദേഹം ധരിച്ചിട്ടുണ്ടായിരുന്നു. അരകിൽ കാവി വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരുന്നു. മുകളിൽ ഒരു വെള്ള വസ്ത്രം ഉപയോഗിച്ച് പുതച്ചിരുന്നു. അങ്ങനെ ഈ ഒരു വല്ലാതെ ജീർണിച്ചിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഭസ്മം ഒക്കെ മൂടിയത് കൊണ്ടാകണം അത്തരത്തിൽ ഒരാഴ്ചയായിട്ടും മൃതദേഹം അത്രയ്ക്കും ജീർണിക്കാതെ പോയത്. അതുകൊണ്ടാണ് സ്പോട്ട് ഓട്ടോപ്സി വേണ്ടെന്ന് ഫോറൻസിക് സംഘം തീരുമാനിക്കുകയും മൃതദേഹം നേരെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയും ചെയ്തു. ഏതാണ്ട് 1 മണിക്കൂർ മാത്രമേ എടുത്തുള്ളൂ ഇൻക്വസ്റ്റിന് എടുത്ത സമയം. മറ്റ് കാര്യങ്ങളൊന്നും ഇവിടുന്ന് കണ്ടെത്താനായിട്ടില്ല. ഇത് കുറച്ച് പൂജാദ്രവ്യങ്ങൾ, അതായത് കർപ്പൂരം പോലുള്ള കാര്യങ്ങളൊക്കെ അടക്കം ഈ കല്ലറയ്ക്കകത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ ഇല്ല, ഇന്ന് മക്കളെ കൊണ്ടൊന്നും സംസാരിപ്പിക്കാൻ വേണ്ടി പോലീസുകാർ സമ്മതിക്കില്ല. കാരണം ചങ്ങായിനെ കൊണ്ട് മോർച്ചറിയിലേക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ പോയിട്ട് വീണ്ടും ഇവരുടെ വായിൽ നിന്നും അച്ഛൻ സമാധിയായതാണ്, നമ്മളൊന്നും ചെയ്തതല്ല എന്നുള്ളത് കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവർ ഇത് തുടങ്ങിയപ്പം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരേ കാര്യമാണ്. ഈ അമ്മയാണെങ്കിലും ശരി, 2 മക്കളാണെങ്കിലും ശരി, മരുമോളാണെങ്കിലും ശരി, എല്ലാം ഒരേ രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇദ്ദേഹം മരിച്ചതിന് ശേഷം ഇവരങ്ങോട്ട് തീരുമാനിക്കുകയാണ്. അതായത് നമുക്ക് അച്ഛനെ ഏതായാലും പണ്ട് പറഞ്ഞിട്ടുണ്ട് സമാധി ഇരുത്തണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് അച്ഛനെ നൈസായിട്ട് കൊണ്ട് സമാധി ഇരുത്തിയിട്ട് അവിടെ ഇട്ട് നമുക്കിങ്ങനെ കോൺക്രീറ്റൊക്കെ വെച്ച് വിളക്കെല്ലാം കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ ആളുകളുടെ ഒഴുക്കായിരിക്കും. അതായത് ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ടും തൊഴാൻ വേണ്ടിയിട്ടും ഇതേപോലെ ആളുകൾ ഒഴുകും എന്നുള്ള ഒരു തെറ്റായ ഒരു ചിന്തയുടെ പുറത്തായിരിക്കും ചിലപ്പോൾ ഇതേപോലെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടാവുക. ഇവർ ചെയ്തൊരു മണ്ടത്തരം എന്ന് പറഞ്ഞത്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ശരിക്കും സമാധിയാണെങ്കിൽ തന്നെ എങ്ങനെ ശരിക്കും സമാധിയാവില്ലേ? എനിക്ക് തോന്നുന്നില്ല. എങ്ങനെ സമാധിയാവാൻ പറ്റും? കാരണം ഒരാൾ ജീവനോടെ പോയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ മരിക്കാൻ പറ്റുമോ? ഇപ്പോൾ എനിക്ക് സമാധിയാവാൻ തോന്നുകയാണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ വിചാരിച്ചാൽ നമുക്ക് മരിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. അപ്പം പിന്നെ ആ ഒരു കേസ് എന്തായാലും നടക്കില്ല. പിന്നെ ഈ മരിച്ച സമയത്ത് നാട്ടുകാരെയോ അല്ലെങ്കിൽ വീട്ടുകാരെയൊക്കെ അറിയിച്ചിരുന്നെങ്കിൽ ഇത്രയും ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. എന്തായാലും ഇവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ചെറിയൊരു കുറവുണ്ട് എന്നുള്ളത് ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഇപ്പം ഗോപൻ സ്വാമി നമ്മുടെ സമാധിയിൽ നിന്നും ഉണർന്ന് അല്ലെങ്കിൽ സമാധിയിൽ നിന്നും പുറത്തെടുത്ത് ഈ പോസ്റ്റ്മോർട്ടം ടേബിളിലാണ് ഉള്ളത്. അപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ അറിയാം ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മരണകാരണം എന്താണെന്നുള്ളത്. അതുവരെ നമ്മുടെ ഈ പറയുന്ന 2 മക്കൾക്കും സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് കഴിഞ്ഞെങ്കിൽ മാത്രമേ, ഇവരുടെ ഭാഗത്ത് മിസ്റ്റേക്കൊന്നും ഇല്ലെങ്കിൽ ഇവർക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്വാഭാവികമായിട്ടുള്ള മരണമാണെങ്കിൽ പ്രശ്നമില്ല, ഓക്കെ, സ്വാഭാവികമായിട്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നി ഇത് കൊണ്ടുപോയി വെക്കണം എന്ന് തോന്നി, അങ്ങനെ വെച്ചു, അത് അവിടെ തീർന്നു എന്നുള്ള രീതിയിലാവും. പക്ഷേ സ്വാഭാവികമായിട്ട് എങ്ങനെ മരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ട്. കാരണം ഇതിൻ്റെ ഉള്ളിൽ വെച്ച് മൂടിക്കഴിഞ്ഞപ്പോൾ ശ്വാസം മുട്ടിയിട്ടാണ് മരിച്ചതെങ്കിൽ അതും പ്രശ്നമാണ്. കാരണം ശ്വാസം മുട്ടിയാണ് മരണപ്പെട്ടതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കേസായിട്ട് മാറും.
എന്തായാലും ആകെ മൊത്തം പ്രശ്നമാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇവർക്ക് ഉറക്കം പോലുമില്ല. 2-3 ദിവസമല്ല, 3-4 ദിവസമായിട്ട് ഇവർക്ക് ഉറക്കം പോലുമില്ല. ഇതിപ്പം സമാധിയായി, സമാധിയാണെന്നും പറഞ്ഞ് പുറത്തിറങ്ങി നടക്കുകയും ചെയ്തു. ഇതിൻ്റെ പേരിൽ വല്ല ജയിലിലും പോയിട്ടുണ്ട്. ഇവരുടെ ഈ വിശ്വാസം തന്നെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു സമാധിക്ക് വേണ്ടി നമ്മൾ പുറപ്പെട്ടിട്ട് അവസാനം നമുക്കിതാണല്ലോ ഗതി എന്നുള്ള രീതിയിൽ അവർ ചിലപ്പം ഈ പറയുന്ന വിശ്വാസം തന്നെ ഒഴിവാക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും കേരളം കാത്തിരുന്ന ആ ഒരു അൺബോക്സിങ് വീഡിയോ ഇവിടെ നമ്മുടെ ചാനലുകളെല്ലാം ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ലൈവ് വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു മനുഷ്യനെ അൺബോക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റി. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മരണപ്പെട്ട ഒരാളെക്കുറിച്ച് ഒരിക്കലും നമ്മളിങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല എന്നറിയാം. മരണപ്പെട്ടു എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയില്ല. പക്ഷേ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ അവർ മാറ്റി കൊടുക്കുകയാണ്. അതായത് മരണപ്പെട്ടതല്ല, സമാധിയായതാണ്. കാരണം നമ്മുടെ ഒന്നും 10-25 വർഷം അല്ലെങ്കിൽ 10-30 വർഷത്തിൻ്റെ ഇടയ്ക്കൊന്നും നമ്മൾ ഇതുവരെ ഈ പറയുന്ന സമാധി, ഒരു മനുഷ്യൻ പോയി ഇരുന്ന് സമാധിയായി എന്നൊന്നും നമ്മളിതുവരെ കേൾക്കാത്തത് കൊണ്ട് തന്നെ നമുക്കും ക്യൂരിയോസിറ്റി ഉണ്ട്. 21-ാം നൂറ്റാണ്ടായ ഈ സമയത്തും സമാധി എന്താണ്? ആദ്യം സത്യം പറയാലോ, സമാധി എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് എവിടെയോ വായിച്ചിട്ടുള്ളതല്ലാതെ ഈ ഈ ഒരു കേസ് വന്ന സമയത്ത് തന്നെ ആദ്യമായി സമാധി എന്ന് കേട്ടപ്പം സത്യം പറഞ്ഞാൽ സമാധിയോ, എന്താണ് സമാധി എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് പോയി. പക്ഷേ സമാധി എന്നുള്ള ഈ ഒരു 3 അക്ഷരം നമ്മുടെ കേരളത്തിൽ ഇത്രയത്തോളം ഉയർത്തിക്കൊണ്ട് വന്ന ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ വീട്ടുകാർക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാള ഭാഷ കൈകാര്യം ചെയ്യുന്നവർ ഒരു പൂച്ചെണ്ടുകൾ അർപ്പിക്കേണ്ടതാണ്. എന്തായാലും ഇവർ ഈ പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് വരട്ടെ, എന്താണ് റിസൾട്ട് എന്നുള്ളത് അറിയട്ടെ. അപ്പോൾ അതിന് ശേഷം നമുക്ക് നോക്കാം എന്തായിരുന്നു ഇവർ ഇത്രയും കടുംപിടുത്തം പിടിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം നമുക്ക് അറിയാവുന്നതാണ്. എന്തായാലും കേരളം കാത്തിരുന്ന ആ ഒരു അൺബോക്സിങ് വീഡിയോ ഇവിടെ കേരള ചാനലുകളിലൂടെ നമ്മൾ ലൈവായിട്ട് കണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ താഴെ കമൻ്റായിട്ടും രേഖപ്പെടുത്തുക. പിന്നെ ഇതൊരു തമാശയായിട്ടൊന്നും കാണേണ്ട സംഭവമൊന്നുമല്ല, അറിയാം മരണപ്പെട്ട ഒരു കേസ് തന്നെയാണ്. പക്ഷേ അവരുടെ സ്വന്തം മക്കൾ തന്നെ ഇതിനെ ഒരു വേറെ രീതിയിലേക്ക് എത്തിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മളും ഈ ഒരു രീതിയിൽ ഇതിനെ കണ്ടത്.